CPIM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ മാസ്റ്റർ തുടരും. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനം ഏകകണ്ഠമായാണ് MV ഗോവിന്ദൻ മാസ്റ്ററെ വീണ്ടും തെരഞ്ഞെടുത്തത്. സംസ്ഥാന സമിതിയിലേക്ക് 17 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 89 പേരെയും തെരഞ്ഞെടുത്തു. 17-അംഗ സെക്രട്ടേറിയറ്റിൽ KK ശൈലജ, MV ജയരാജൻ, CN മോഹനൻ എന്നിവരെയും ഉൾപ്പെടുത്തി. പുതിയ സംസ്ഥാന സമിതിയുടെ ആദ്യ യോഗത്തിലാണ് MV ഗോവിന്ദൻ മാസ്റ്ററെ വീണ്ടും CPIM സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. 6 പതിറ്റാണ്ടിന്റെ പൊതുപ്രവർത്തനത്തിലെ അനുഭവ സമ്പത്തുള്ള അദ്ദേഹം MLA ആയും മന്ത്രിയായും പാർലമെന്ററി രംഗത്തും മികവ് തെളിയിച്ചിട്ടുണ്ട്. അനാരോഗ്യത്തെ തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പദം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് MV ഗോവിന്ദൻ മാസ്റ്റർ വരുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടക്കമുള്ളവയാണ് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദൻ മാസ്റ്ററിന് മുന്നിലുള്ള പ്രധാന കടമകൾ. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൂട്ടായ്മയിലൂടെ നിർവഹിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പാർട്ടി എന്നിൽ അർപ്പിച്ച പുതുതായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട CPIMന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള പദവി അതൊരു പദവിയായിട്ടല്ല, ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഉത്തരവാദിത്തം കൂട്ടായ്മയിലൂടെ എല്ലാ പാർട്ടി നേതാക്കളും പ്രവർത്തകരും എല്ലാം ചേരുന്ന ഒരു കൂട്ടായ്മയിലൂടെ ആ ഉത്തരവാദിത്തം നിർവഹിക്കാനാവും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കേരളത്തിലെ പാർട്ടിയെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു നവകേരള സൃഷ്ടിയുടെ ഊർജമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ധാരണയോടുകൂടി സംഘടനയെ നയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടാവണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. EP ജയരാജനും TP രാമകൃഷ്ണനും സംസ്ഥാന സമിതിയിൽ തുടരും. 5 ജില്ലാ സെക്രട്ടറിമാരെയും മന്ത്രി R ബിന്ദുവിനെയും ഉൾപ്പെടുത്തി. ബിജു കണ്ടക്കൈ, ജോൺ ബ്രിട്ടാസ്, M രാജഗോപാൽ, K റഫീഖ്, M മഹബൂബ്, VP അനിൽ, KV അബ്ദുൽ ഖാദർ, M പ്രകാശ് മാസ്റ്റർ, VK സനോജ്, V വസീഫ്, K ശാന്തകുമാരി, M അനിൽകുമാർ, K പ്രസാദ്, TR രഘുനാഥ്, S ജയമോഹൻ, DK മുരളി എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായാണ് ഉൾപ്പെടുത്തിയത്. അതേസമയം CPIM വിഭാഗീയതയെ തുടർന്ന് സൂസൻ കോടി പുറത്തായി. കരുനാഗപ്പള്ളി വിഭാഗീയതയിലാണ് നടപടി. സൂസൻ കോടിയെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയത് തന്നെയാണ് കരുനാഗപ്പള്ളി വിഷയം. കരുനാഗപ്പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോവുകയാണ് പാർട്ടി. ആ സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നതുവരെ കരുനാഗപ്പള്ളിയിലെ ആരെയും ഒരു കമ്മിറ്റിയിലും ഞങ്ങൾ എടുത്തിട്ടില്ല. ജില്ലാ കമ്മിറ്റിയിലും എടുത്തിട്ടില്ല, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും എടുത്തിട്ടില്ല. അത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. KK ശൈലജ, MV ജയരാജൻ, CN മോഹനൻ എന്നിവർ 17-അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതുമുഖങ്ങളാണ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.